ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ വാതിലൊക്കെ തുറന്ന് വെച്ച് നല്ല ശുദ്ധവായു അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ ആ പിരാന്തൊക്കെ ഒക്കെ നല്ല ഇഷ്ടമായിട്ട് രാവിലെ തന്നെ വാതിലൊക്കെ തുറന്ന് വെച്ചിട്ട് നല്ല മഞ്ഞും നല്ല കാറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് പാലപ്പാണ്. അപ്പം നേരത്തെ തന്നെ അത് കുറച്ച് നേരം മാവ് ഉണ്ടാക്കിയിട്ട് വെക്കണം, അപ്പോഴാണ് നല്ല പൊങ്ങി വരുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് പൊടിയൊക്കെ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. വരുമ്പോൾ തന്നെ കണ്ടില്ലേ 2 ബക്കറ്റ് അവിടെ നിൽക്കണത്. ഇതെന്തിനാന്ന് വിചാരിച്ചാരെങ്കിലും അത് ഞാൻ നമ്മൾ തിരുമ്പാനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ല അതിലിട്ട് വെക്കലാണ് കേട്ടോ. ലാസ്റ്റ് അത് ഫുള്ളാകുമ്പോൾ കൊണ്ടുപോയി തിരുമ്പും. പിന്നെ ഈ പാലപ്പത്തേക്ക് കറി തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിക്കൊന്ന് തേങ്ങ അരച്ച് പറഞ്ഞിട്ട് കറിയും സെറ്റാക്കാം. മാവൊക്കെ റെഡി ആയതിനു ശേഷം ഞാനിങ്ങനെ അടുപ്പത്ത് തീ കത്തിക്കുകയാണ് കേട്ടോ. നമുക്ക് ചോറക്കാനുള്ള തീയൊക്കെ ഒന്ന് കത്തിയതിന് ശേഷം ഞാനിവിടെ നമ്മളെ മാവ് കൊടുന്നേക്കാണ്. അപ്പോൾ ഈ ചൂട് തട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് പൊങ്ങി വരും കേട്ടോ. കോഴിക്കളെ കൂടാണ്ട് വിടാഞ്ഞിട്ട് ഓലിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് നേരം വെളുക്കട്ടെ ഇങ്ങോട്ട് വിടാൻ വിചാരിച്ച്. ഇനി ഞാൻ കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കി വെക്കും, പിന്നെ അതിങ്ങനെ എടുത്ത് കുടിച്ചിലാണ് കേട്ടോ. മറ്റേ നല്ല വെള്ളം കുടിക്കാൻ മടിയാണ്. ഞാൻ ദാസമണിയില്ലേ നമ്മൾ വെള്ളത്തിൽ ചുവപ്പ് കളറാണ് അതിട്ടിട്ട് വെള്ളം തിളപ്പിക്കൽ. അല്ലെങ്കിൽ ഞാൻ തുളസിൻ്റെ ഇല എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുക. രാത്രി തിളപ്പിച്ച് വെക്കും. അത് ഞാൻ രാവിലെ ഉപയോഗിക്കും. പിന്നെ അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അത് തിളപ്പിക്കും കേട്ടോ. കുടിക്കാനുള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരി കൊടുന്ന് വെക്കണ തന്നെയാണ് കേട്ടോ. എന്നാലും ഒന്ന് തിളപ്പിച്ചാൽ ഒരു വിശ്വാസം. അത് എപ്പോഴും തിളപ്പിച്ച് കുടിച്ചൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെയാണ് പെട്ടെന്ന് ദാഹിക്കുമ്പോഴൊക്കെ കൊടുത്തു തന്നെ എടുത്ത് കുടിച്ചു. അങ്ങനെയൊക്കെ ഒരു പിരാന്തുണ്ട്. ഇതാണ് കേട്ടോ തലേ ദിവസത്തെ കറി. ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് കണ്ട് ഒഴിക്കണം. തേങ്ങ ചിരകിയത് ഞാൻ തലേന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തണുപ്പ് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടാൽ മതി. ഇതിന് കുറച്ച് ഞാൻ ഇന്ന് കേബേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനും വേണ്ടി മാറ്റി വെക്കണം. അതേപോലെ തന്നെ ഇതിക്കും പിന്നെ ഇന്ന് നമ്മളെ പപ്പായ അല്ലേ അതിൻ്റെ കറിയാണ്. അയക്കും വേണം. അയക്കൊക്കെ എല്ലാം തേങ്ങ തന്നെ ഉള്ളു കേട്ടോ. ഇതിൽ അതിൽ തീയൊക്കെ കത്തണുണ്ട്. ചകിരിയില്ലേ അതൊക്കെ വെച്ച് കൊടുക്കണുണ്ട്. തേങ്ങൻ്റെ തണുപ്പൊക്കെ പോണ സമയം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കേബേജും അയക്കാണ്ട് പച്ചമുളകൊക്കെ കൊടുന്ന് അതും ഒന്ന് തണുപ്പിട്ടോട്ടെ വിചാരിച്ചിട്ട് അതും പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ വെള്ളമൊക്കെ തളിച്ചപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് റേഷൻ പിടിയത്തെ അരിയാണ്. അപ്പോൾ വേഗം വെന്തിട്ടുമല്ലോ, എടുക്കാൻ ഇളക്കി കൊടുക്കാനും. അപ്പോൾ ഇത് നമ്മളെ പാലപ്പത്തിൻ്റെ മിക്സൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ.
ഞാനിന്ന് ഓരോന്നായിട്ട് പാലപ്പം ചൂടാണ്. ഇങ്ങനെ തിന്നാൻ റെഡി ഇരിക്കുകയാണ്. അപ്പോൾ ചൂടോടെ ഇങ്ങനെ തിന്നുമ്പോൾ നല്ല ക്രിസ്പിയൊക്കെ കിട്ടുള്ളൂ. ഇതിന് ഞാൻ പകുതി എടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇതൊന്നും ഫുൾ ആവശ്യം വരില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ മക്കൾക്ക് ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് പകുതിയും ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കണം. ഇത് ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കാൻ മറിഞ്ഞതിന് ശേഷം നല്ലോണം പൊങ്ങിക്കാണ്ട് ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. പിന്നെ ഞാനൊക്കെ അവിടെ തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടോ പാലപ്പം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. കറക്ക് തിന്ന ഒരു പിച്ചെടുത്ത് തിന്നു. ഞാൻ ഉച്ചക്കക്കിലെ ക്യാബേജ് ഉപ്പേരി ഇങ്ങനെ അരിയാണ്. കൂട്ടത്തിൽ പാലപ്പം ഇങ്ങനെ ഉണ്ടാക്കി കാക്കൂന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാക്കു ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ വർത്തമാനങ്ങളൊക്കെ അങ്ങനെ പറയാം. അപ്പോഴേ കാക്കൂന് കിട്ടുള്ളൂ, ഒഴിവുണ്ടാവുള്ളൂ. പിന്നെ കാക്കൂന് പോവും. ഞങ്ങൾ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ചോറ് കൂട്ടാനൊക്കെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ആയിട്ടോ. അപ്പോൾ തന്നെ കാക്കുൻ്റെയൊക്കെ തിന്ന് കഴിഞ്ഞ് കാക്കു പോയി. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ ഞാൻ എനിക്കുള്ള ദോശയും കൂടി ഉണ്ടാക്കിയിട്ട് പാലപ്പം ഉണ്ടാക്കിയിട്ട് ഞാനും കഴിച്ചാണ് കേട്ടോ. പിന്നെ കേബേജൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പത്തു നിന്ന് ഇത് മാറ്റിയിട്ട് കട പൊട്ടിച്ചിട്ട് നമ്മൾ കേബേജ് ഉപ്പേരി ഉണ്ടാക്കും. ഇതിൻ്റെ ഇടയിൽ മോളൊക്കെ നീച്ച് ഓൾക്ക് പാലൊക്കെ കൊടുത്തതിന് ശേഷം പിന്നോൾ ഉറങ്ങി കേട്ടോ. ഇനി മോനെ എണീപ്പിക്കണം, എന്നിട്ടൊന്ന് ഉഷാറാക്കിയിട്ട് വേണം അങ്കലവാടിക്ക് പറഞ്ഞേക്കാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് നേരത്തെ നീപ്പിച്ചണം.